വെൽക്കം ബാക്ക് മക്കളെ. അപ്പൊ ബോട്ടണിയുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതാ പിടിച്ചോ, ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ സെൽ എന്ന ചാപ്റ്ററിലെ പ്ലാസ്റ്റിഡ് എന്ന ടോപ്പിക് വരുന്ന ചാർട്ടാണ് മക്കളെ. നോക്കി, പ്ലാസ്റ്റിഡുകൾ 3 തരമുണ്ട്. ഏതൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഏതൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ആ ലൂക്കോപ്ലാസ്റ്റിൽ തന്നെ നമുക്കറിയാം ഡിവിഷൻ ഉണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നവയാണ് അമിലോപ്ലാസ്റ്റുകൾ, പിന്നെ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നവയാണ് അല്യൂറോപ്ലാസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായി പഠിച്ചോളുക. പ്ലാസ്റ്റിഡുകൾ 3 തരം. അത് ലൂക്കോപ്ലാസ്റ്റിൽ തന്നെ ഡിവിഷൻ ഉണ്ട്. അമിലോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റുകൾ. കൃത്യമല്ലടാ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും പറയുന്ന ഫിഗറല്ലടാ, കൊച്ചു ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കുന്ന. ഇതിന്റെ പേരാണ് ആരാ? മൈറ്റോകോൺട്രിയ. ആരാ മക്കളെ? മൈറ്റോകോൺട്രിയ. ഇതിന്റെ പേരാണ് മൈറ്റോകോൺട്രിയ. ഇതിന്റെ പേരാണ് മൈറ്റോകോൺട്രിയ. 2 പാർട്ടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം അകത്തുള്ള ഭാഗമാണ് മക്കളെ ഏതാ? മാട്രിക്സ്. ഈ ഒരു കർവ് വരുന്ന, ഈ ഒരു എക്സ്റ്റൻഷൻ വരുന്ന പാർട്ടാണ് ഏത്? നമ്മുടെ ക്രിസ്റ്റേ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്റ്റയാണ്. ബി എന്ന് പറയുന്ന ക്രിസ്റ്റയും നമ്മുടെ എ എന്ന് പറയുന്ന ആരാ? നമ്മുടെ മാട്രിക്സ് ആണ്. ഇവിടെ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ക്രിസ്റ്റയാണ് മക്കളെ. നെക്സ്റ്റ് എന്താ? നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെൽ സൈക്കിൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫിഗർ തന്നിട്ട് സ്റ്റേജ് അടയാളപ്പെടുത്താൻ പറയും. ഇവിടെ അതേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ ഏത് സ്റ്റേജ് മക്കളെ? ഇത് എല്ലാവർക്കും അറിയാം. ഇത് മെറ്റാഫേസ് ആണ്. ഏതാണ്? മെറ്റാഫേസുകൾ. മെറ്റാഫേസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ പറഞ്ഞ ഏതായിരിക്കും? നമ്മുടെ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ടീലോഫേസിലാണ് പറഞ്ഞ മക്കളെ പറഞ്ഞത്. ഏതാ? ടീലോഫേസ്. അപ്പോൾ പ്രോഫേസിന്റെയും മെറ്റാഫേസിന്റെയും അനാഫേസിന്റെ ടീലോഫേസിന്റെ ഫിഗർ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ഇവന്റ്സ് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഇവന്റ്സ് ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഇവന്റ്സ് പറ. നമ്മളെ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ക്രോമോസോം എല്ലാം കൂടെ നമ്മുടെ നമ്മുടെ സ്പിൻഡിൽ ഫൈബറുകൾ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യുന്നു. ക്രോമോസോം എല്ലാം മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു. അതാണ് അത് മെറ്റാഫേസ്. ടീലോഫേസിൽ നോക്കിയേ. ടീലോഫേസിലാകുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രോമോസോം 2 പോൾസിലോട്ട് പോയി അവിടെ പുതിയ ന്യൂക്ലിയർ മെംബ്രെയിനും സെൽ ഓർഗനൈസും എല്ലാം പുതിയതായിട്ട് ഫോം ചെയ്യുന്നു. പിന്നെന്താ? ക്രോമോസോം മാറി എന്തായിട്ട് മാറുന്നുണ്ട്? ക്രോമാറ്റിൻ ആയിട്ട് മാറുന്നുണ്ട്. അത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും അവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നോക്കിയേ. വീണ്ടും സെൽ എന്ന ചാപ്റ്ററിലെ അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ് 2024 ചോദിക്കാം. 4 ടൈപ്പ് ക്രോമോസോം വന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതാ? നമുക്കറിയാം ഇത് മെറ്റാസെൻട്രിക് അല്ലേ മക്കളെ? ഇത് മെറ്റാസെൻട്രിക്കാ. സെൻട്രോമിയർ സെൻട്രലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് മെറ്റാസെൻട്രിക് ആണ്. ഇതെന്താ? ഇത് സബ് മെറ്റാസെൻട്രിക്. ഏത്? സബ് മെറ്റാസെൻട്രിക്. കുറച്ച് മുകളിലോട്ട് അല്ലെങ്കിൽ കുറച്ച് അൺഈക്വൽ ആയിട്ടിരിക്കുന്നുണ്ട് സബ് മെറ്റാസെൻട്രിക്. ഇത് ആക്രോസെൻട്രിക്കും ഇത് ടീലോസെൻട്രിക്കുമാണ്. ഇതിന്റെ പേരാണ് ആക്രോസെൻട്രിക്, മറ്റത് ടീലോസെൻട്രിക് ആണ് മക്കളെ. ഇത് ടീലോസെൻട്രിക്. അപ്പോൾ 4 ടൈപ്പ് ക്രോമോസോമുകൾ പഠിച്ചോളുക. സെൻട്രോമിയറിന്റെ ഇത് വെച്ചിട്ട് ക്രോമോസോമിന്റെ പേര് മാറുന്നുണ്ട്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്കും ടീലോസെൻട്രിക്കും മക്കളെ. നോക്കിയേ. എന്താ? സാറ്റലൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ? ചില ക്രോമോസോമുകൾ ഒരു എക്സ്റ്റൻഷൻ കാണപ്പെടും. സെക്കൻഡറി കോൺസ്ട്രക്ഷൻ മോൾ ഒരു എക്സ്റ്റൻഷൻ കാണപ്പെടുന്നുണ്ട്. ആ എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റുകൾ. എന്താണ്? സാറ്റലൈറ്റുകൾ. കൃത്യമായി ഈ ഒരു ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. നെക്സ്റ്റ് നോക്കി, നമ്മുടെ C4 സൈക്കിൾ എത്തിയിരിക്കുന്നു. C4 സൈക്കിൾ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 സെല്ലുകൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കുന്നത്. അറിയാം, ഇത് മീസോഫിൽ സെല്ലും ഇത് ബണ്ടിൽ ഷീത്ത് സെല്ലും. C4 പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പ്രത്യേകതരം അനാട്ടമി കൂടെ ഓർത്തോളുക. ഏതാ? ക്രാൻസ് അനാട്ടമിയാണ് ഓർത്ത് വെച്ചോളുക. പിന്നെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ C4 ആസിഡ് ആരാ മക്കളെ? നമുക്കറിയാം ഇവിടുത്തെ C4 ആസിഡ് ആണ് നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ്. പിന്നെ ചോദിക്കുന്നുണ്ട് ഈ ആസിഡ് ഫോം ചെയ്യാൻ ഇവിടെ ഫംഗ്ഷൻ ചെയ്ത എൻസൈം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ പ്രൈമറി കാർബൺ അക്സെപ്റ്റർ PEP ആണ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം ഏതായിരിക്കും? PEPase ആണ് മക്കളെ. ഏതാണ്? PEPase ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം. കൃത്യമായി പഠിക്കുക. സെല്ലിന്റെ പേര് പഠിക്കുക. ഏത് ആസിഡ് ആണ് ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈം. ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, പഠിച്ചോളുക. അടുത്ത് നമ്മുടെ എവിടെ എത്തി? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിളിലെത്തി, TCA സൈക്കിളിലെത്തി നിൽക്കുന്നു. ABCD കൃത്യമായി ഇതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിച്ചോളുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എ എന്ന് പറയുമ്പോൾ ഏതാ? നമ്മുടെ സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 6 കാർബൺ. ഏത്? നമ്മുടെ സിട്രിക് ആസിഡ്. ബി ഇവിടെ നോക്കിയേ. ഇത് നമ്മുടെ ഏതാ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്ന് ഒരു കാർബൺ കിട്ടുന്നത് ഏതാ? സക്സിനിക് ആസിഡ്. സിമ്പിൾ അല്ലേ? കൃത്യമായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായി എന്ത് ചെയ്യുക? അത് പോയി കാണുക. ഇത് സക്സിനിക് ആസിഡ് എന്തായിട്ട് മാറും? മാലിക് ആസിഡ് ആയിട്ട് മാറും മക്കളെ. എന്തായിട്ട് മാറും? മാലിക് ആസിഡ്. പിന്നെ അവസാനം നമ്മുടെ ഏത്? വീണ്ടും നമ്മുടെ 4 കാർബൺ കോമ്പൗണ്ട് ഏതിൽ? ഓക്സാലോ അസറ്റിക് ആസിഡ് വന്ന് നിൽക്കും. ഏത്? ഓക്സാലോ അസറ്റിക് ആസിഡ്. പിന്നെ ഈ ഒരു സൈക്കിൾ എവിടെയാ നടക്കുന്നത് മക്കളെ? എവിടെയാ? നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ എവിടെ നടക്കുന്നു ചോദിച്ചിട്ടുള്ള അത് ഏതാ? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. മാട്രിക്സ് ഏതിന്റെ മാട്രിക്സ്? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ നടക്കുന്നു. കൃത്യമായി പഠിച്ചോളുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.
അടുത്ത് വെരി വെരി സിമ്പിൾ. ഈ ഒരു ഫിഗർ അതായത് മക്കളെ ഇത് നമ്മുടെ സെൽ ഡിവിഷനിലുള്ള ഫിഗറാ. ഇത് ഇത്രയും എന്താ 2 ഫേസസാ. ഏതൊക്കെയാ? നമ്മുടെ ഇന്റർഫേസും ഇത് ഏത് നമ്മുടെ എം ഫേസും. ഇതാണ് എം ഫേസ്, ഇത് എം ഫേസും ഇത് നമ്മുടെ ഇന്റർഫേസ്. ഇന്റർഫേസിനെ തന്നെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇത് G1 ഫേസ്, ഇത് എസ് ഫേസ്, ഇത് G2 ഫേസ്. സിമ്പിൾ അല്ലേടാ? ഈ ഒരു ഫിഗർ വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. നെക്സ്റ്റ് നമ്മുടെ വീണ്ടും സെല്ലിലുള്ള സെൽ ഓർഗനൽസ് തന്നിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. സ്റ്റോർ ഹൗസ് ഓഫ് എനർജി, സ്റ്റോറേജ് ഓഫ് എനർജി ആരാ? മൈറ്റോകോൺഡ്രിയ. സിമ്പിൾ അല്ലേ? പാക്കിംഗ് ആൻഡ് ഡെലിവറി ഓഫ് മെറ്റീരിയൽസ്, ഗോൾഗി അപ്പാരറ്റസ്. മക്കളെ സിമ്പിൾ, ഗോൾഗി അപ്പാരറ്റസ്. അടുത്ത് ഡൈജഷൻ ഓഫ് ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ. ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ആരാ? നമ്മുടെ ലൈസോസോം. ആരാ? ലൈസോസോം. പിന്നെ സെൻട്രിയോളുടെ ഫംഗ്ഷൻ ആണ്. ക്ലോറോപ്ലാസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫോർമേഷൻ ഓഫ് ബേസൽ ബോഡി, സീലിയൊക്കെ ഫോം ചെയ്യുന്ന ആരാ? നമ്മുടെ സെൻട്രിയോളുകൾ. അപ്പോൾ എല്ലാ സെൽ ഓർഗനിലും പഠിക്കണം, അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ് എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ എവിടെ എത്തി? നമ്മുടെ ഈ C3 സൈക്കിൾ എത്തിയിരിക്കുന്നു. C3 സൈക്കിൾ വീണ്ടും എത്തി. ABC ഇതിന്റെ അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ പേര് A കാർബോക്സിലേഷൻ, B നമുക്കറിയാം ഇത് ഏതാ? നമ്മുടെ റിഡക്ഷൻ ആണ്. ബി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് റിഡക്ഷൻ പ്രോസസ്സാണ്. റെഡ്യൂസ് ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നതിന്? ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റുന്നത്. 3PGA നമ്മൾ റെഡ്യൂസ് ചെയ്താണ് ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇവിടെ REBP വേണം. REBP ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റീജനറേഷന് വിധേയമാക്കണം. എന്ത് ചെയ്യണം? റീജനറേഷന് വിധേയമാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും? ഈ സൈക്കിൾ നടക്കത്തുള്ളൂ. ഇവിടുത്തെ എൻസൈം ഒക്കെ ചോദിക്കാം. ഇവിടുത്തെ എൻസൈമാണ് റുബിസ്കോ. മക്കളെ പഠിച്ചു വയ്ക്കുക. ഇവിടുത്തെ എൻസൈമാണ് റുബിസ്കോ. നമ്മൾ പറ്റുമെങ്കിൽ ഈ C3 C4 വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ടും പഠിച്ചോളുക. റുബിസ്കോ. പിന്നെന്താ? ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഫസ്റ്റ് കാർബൺ അക്സെപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് അക്സെപ്റ്റർ ആരാ മക്കളെ? RUBP ആണ് ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. മറന്നു പോവല്ലേ? RUBP, റുബിസ്കോ. ഈ ഒരു പ്രോസസിന്റെ പേര് ഏതാ? നമ്മുടെ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കൃത്യമായി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ, അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് പേര്. ഓക്സിൻ. ഏതൊക്കെ പറഞ്ഞ? ഓക്സിൻ നമ്മുടെ എപ്പിക്കൽ ഡോമിനൻസ് ഓക്സിനാ. പിന്നെ നമ്മുടെ റൂട്ട് ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്, അത് ഏതാ? ഓക്സിൻ ആണ്. അടുത്ത് ഗിബർലിൻ നമുക്കറിയാം. ഗിബർലിൻ ബോൾട്ടിങ്ങും പിന്നെ ഇന്റർമോൾ ഇലോങ്ങേഷൻ ഓഫ് ഷുഗർ കെയിൻ. ബോൾട്ടിങ്ങും ഇന്റർമോൾ ഇലോങ്ങേഷൻ ഓഫ് ഷുഗർ കെയിൻ ഒക്കെ സഹായിക്കുന്ന ഗിബർലിനാണ്. പിന്നെ സൈറ്റോകിന് 2 ഫംഗ്ഷനേ ഉള്ളൂ. ഏതൊക്കെയാ? സെൽ ഡിവിഷൻ സൈറ്റോകൈനിനാണ്. ഓവർകം എപ്പിക്കൽ ഡോമിനൻസും സൈറ്റോകൈനിനാണ്. ബാക്കി ഇത് 2 ഗിബർലിനും 2 ഓക്സിൻ, 2 ഏതാ? നമ്മുടെ സൈറ്റോകൈൻ. കൃത്യമായിട്ടും അതിന്റെ ഫംഗ്ഷൻസും ഒരിത് പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അതിന് 2 ടൈപ്പ് ഉണ്ട്. സൈക്ലിക്കും ഉണ്ട്, നോൺ സൈക്ലിക്കും ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ തരംതിരിച്ച് പഠിക്കുക. അപ്പോൾ ഫോർമേഷൻ ഓഫ് ATP and NAD രണ്ടും ഫോർമേഷൻ ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ നോൺ സൈക്ലിക്കിലാണ് രണ്ടും ഇത് നോൺ സൈക്ലിക്കിലാണ് രണ്ടും ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓൺലി ഫോട്ടോസ്റ്റം 1 ഫംഗ്ഷൻ എവിടെ മാത്രം? സൈക്ലിക്കിൽ മാത്രമേ ഫംഗ്ഷനിങ് ഉള്ളൂ. ATP മാത്രം ഫോം ചെയ്യുന്നത് എവിടെ? അത് നമ്മുടെ സൈക്ലിക്കിൽ മാത്രം. ബോത്ത് ഫോട്ടോ സിസ്റ്റം വരുന്നത് എവിടെ? നോൺ സൈക്ലിക്കിലാണ്. പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് വരുന്നത് എവിടെയാ? അത് നമ്മുടെ നോൺ സൈക്ലിക്കിലാണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടി നോൺ സൈക്ലിൽ നടക്കുന്നു. ഓക്സിജൻ റിലീസ് ഇല്ലാത്തത് നമ്മുടെ ഇവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കും എവിടെ? നോൺ സൈക്ലിക്കിൽ. അതുകൊണ്ട് അവിടെ ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഓക്സിജൻ ഉണ്ടാവാത്ത എവിടെയാണ്? നമ്മുടെ സൈക്ലിക്കിൽ ഓക്സിജൻ ഉണ്ടാവുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. സൈക്ലിക്കിന്റെയും നോൺ സൈക്ലിക്കിന്റെയും ഡിഫറൻസ് കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇതാണ് ടോപ്പ് 10 ആയിട്ടുള്ള ബോട്ടണി ചോയ്സ് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കൃത്യമായി പഠിക്കുക, മാർക്ക് വാങ്ങുക.